ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ വൈസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ചാപ്റ്റർ മൊത്തം അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻ ഓരോരോ വീഡിയോസിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണുകയും എൻ്റെ കൂട്ടത്തിരുന്ന് ചെയ്യുകയും ചെയ്യണം. സോ ബുക്കൊക്കെ എടുത്തുകൊണ്ട് വരിക, എൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25, പേജ് നമ്പർ 25 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയർസ്. അപ്പോൾ ഓഡ് നമ്പർ എന്തുവാണെന്ന് അറിയാമല്ലോ അല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഈ 1, 2 ഇല്ല, 3, 4 ഇല്ല, 5, 6 ഇല്ല, 7 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ബേസിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ 2ൻ്റെ ടേബിളിൽ ഇല്ലാത്ത നമ്പേഴ്സ്, 2ൻ്റെ ടേബിളിൽ വരാത്ത നമ്പേഴ്സിനെ ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പം ഓഡ് നമ്പേഴ്സ് നമുക്ക് മനസ്സിലായി. ഇനി 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ് എനി ഓഡ് നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് എ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്തുവാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്തുവാ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 1 into 1 എത്രയാ? നമുക്ക് 1 തന്നെ കിട്ടും. 2 into 2 4, പിന്നെ 3 into 3 9, ദെൻ 4 into 4 16, 5 into 5 25 ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ഇല്ലേ, നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ച് പറയും. ഓക്കെ, സോ അതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ട് എനി ഓഡ് നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് എ ഡിഫറൻസ് വെച്ചാൽ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ കിട്ടും. എപ്പോഴാണ്? നമ്മൾ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുക്കുവാണ്. അപ്പം ഞാൻ 2 സ്ക്വയർ, ഓക്കെ 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ അല്ലേ 2 സ്ക്വയർ ഒരു പാറ്റേൺ ബേസ് ചെയ്ത് പോകാം. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 2 സ്ക്വയറും 1 സ്ക്വയർ അല്ലേ, രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 2 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 4 അല്ലേ, മൈനസ് 1 അല്ലേ, 4ഉം 1ഉം ആണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. 3 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ അല്ലേ അത്? ഇനി നമുക്ക് അടുത്ത 2 കഴിഞ്ഞിട്ട് വരുന്നത് എന്തുവാ? 3യുടെ സ്ക്വയർ. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ നോക്കാം. അപ്പോൾ രണ്ട് അടുത്തടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ 9 മൈനസ് 4 അപ്പോൾ എത്ര കിട്ടി? 5 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാറ്റേണിൽ കുറച്ച് അങ്ങ് എഴുതിപ്പോവാം. എന്ന് വെച്ചാൽ നമുക്ക് ആൻസറിന് വേണ്ട കുറച്ച് നമ്പേഴ്സ് എഴുതേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി പോവാണ്. നോക്കിയാൽ ഇവിടെ 2, 3, 4 പിന്നെ നമുക്ക് 5, 6, 7, 8 ഒക്കെ പോവാം. ഞാൻ ഇവിടം വരെ എഴുതുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെയൊക്കെ സ്ക്വയർ മൈനസ് ഇപ്പോൾ ഇവിടെ 1, 2 ആണ്. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ. ഈ ആൻസർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ എഴുതി നമുക്ക് ഇതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇനി 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 മൈനസ് 3ൻ്റെ സ്ക്വയർ 9. ഇനി ഇവിടെ 5ൻ്റെ സ്ക്വയർ 25 മൈനസ് 4ൻ്റെ സ്ക്വയർ 16. ഇവിടെ 6ൻ്റെ സ്ക്വയർ 36, 6 into 6 ആണ്. ഒരു സ്ക്വയർ എന്ന് വെച്ചാൽ ഇപ്പോൾ 6 സ്ക്വയർ എന്ന് വെച്ചാൽ എന്തുവാ? 6 into 6 ആണ്. ഓക്കെ, സോ 36 മൈനസ് 5 സ്ക്വയർ എന്ന് വെച്ചാൽ 25. ഓക്കെ, ഇതെല്ലാം അങ്ങ് മൈനസ് ചെയ്ത് നോക്കിയടാ. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ നമുക്ക് 7 കിട്ടും, ഇവിടെ നമുക്ക് 9 കിട്ടും, ഇവിടെ നമുക്ക് 11 കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. അപ്പോൾ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് മനസ്സിലാക്കി. ക്ലിയർ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്നുകൂടെ. ഇനി നോക്കിയേ, അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. യൂസ്ഡ് ടു ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 11 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? സ്ക്വയേഴ്സ് വരയ്ക്കണം. സ്ക്വയേഴ്സിൻ്റെ ഏരിയാസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ക്വയർ വരയ്ക്കാമെന്ന് വെച്ചാൽ സ്ക്വയർ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? എങ്ങനെ വരയ്ക്കുന്ന സ്ക്വയർ? ഇതാണ് സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് സ്ക്വയർ വരയ്ക്കണം. സ്ക്വയറിനൊരു പ്രത്യേകത ഉണ്ട്. എന്തുവാ? എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ ഈ സൈഡും എല്ലാം ഈക്വലാണ്. അപ്പം സ്ക്വയർ വരയ്ക്കണം. നമുക്ക് 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയേടാ, നമുക്ക് 1 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ വരയ്ക്കാൻ സിമ്പിളാണ്. കാരണം 1ഉം 1ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഏരിയ എത്ര കിട്ടും? 1 into 1 1 അല്ലേ? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് അകത്തുള്ള ഏരിയ എത്ര കിട്ടും? നമുക്ക് 1 തന്നെ കിട്ടും. ഇനി നമ്മൾ സൈഡ് 2 എടുക്കുകയാണെന്ന് വെച്ചോ.
ഇവിടെയും 2 എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ എത്ര കിട്ടും? ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ് അല്ലേ, സൈഡ് ഇൻറ്റു സൈഡാണ് നമ്മുടെ ഏരിയ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എത്ര കിട്ടും? നമുക്ക് 4 കിട്ടും. അപ്പോൾ ഈ കിട്ടുന്ന എല്ലാത്തിൻ്റെ ആൻസർ എന്തുവാ? നമുക്ക് ഇവിടുത്തെ ഏരിയ എന്ന് വെച്ചാൽ 1 ആണ്, ഇവിടുത്തെ ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് 4 ആണ്, അടുത്ത ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ്? ലൈക്ക് 9 ആയിരിക്കും. ഓക്കെ, 3 ഇൻറ്റു 3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 9 ആണ് കിട്ടുന്നത്. നോക്കിയാടാ, നമ്മുടെ നോർമൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് എടുത്താണ് നമ്മൾ സ്ക്വയർ വരയ്ക്കാൻ പോകണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല വേണ്ടത് അല്ലേ, നമുക്ക് ഓഡ് നമ്പറാണ് വേണ്ടത്. ഈ 7 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പറാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്ക്വയർ വരയ്ക്കണം, അതിലെ ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടണം? 11 സ്ക്വയർ സെൻറ്റിമീറ്ററും കിട്ടണം. അപ്പം ഇതൊക്കെ ഓഡ് നമ്പേഴ്സാണ്. അതുകൊണ്ടാണ് ഇവർ ആദ്യം തന്നെ പറഞ്ഞത് ഓഡ് നമ്പേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ലൈൻ അത് തന്നെയാണ് അല്ലേ, നമ്മൾ ക്ലാസ് 8 പഠിച്ച ഓഡ് നമ്പേഴ്സിൻ്റെ സംഭവമില്ലേ, അത് വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിയാൽ ഇവിടെ 7 കിട്ടുന്ന ഈ ഒരു കേസുണ്ട് അല്ലേ, നമുക്ക് ഇതിൻ്റെ ആൻസർ 7 കിട്ടി ഇവിടെ. അതുപോലെ തന്നെ 11 കിട്ടിയ ഈ ലാസ്റ്റ് നമ്പർ, ഇത് രണ്ടുമാണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ മാത്രം എടുക്കാം. ഇത് കണ്ടോ, ഇത്രയും മാത്രം എടുക്കാം. അതുപോലെ തന്നെ ഇതും എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 7 വരയ്ക്കാം. അപ്പോൾ 11 വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ 7 വരയ്ക്കാനായിട്ട് നിങ്ങൾ നോക്കിയടാ, ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. സോ 2 നമ്പേഴ്സ് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്നിട്ട് അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടണം. സോ ഈ സംഭവം പൈതഗോറസ് തിയറമാണ്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു 1 ഇൻറ്റു 1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 കിട്ടും, 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. പക്ഷേ 7 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് 7 കിട്ടും? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ √7 ഇൻറ്റു √7 ചെയ്ത് കഴിഞ്ഞാൽ 7 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. അപ്പോൾ എന്തുവാ ഈ റൂട്ട് നമ്പേഴ്സ്? ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഓക്കെ, ന്യൂ നമ്പേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂട്ടുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. സോ റൂട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് റൂട്ട് നമ്പേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്നൊക്കെ പറയും. സോ √2, √3, √5, √7 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ സംഭവമാണ് നമ്മൾ ഈ വർഷം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 2ാം ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. അതാണ് നമ്മുടെ ന്യൂ നമ്പേഴ്സ്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല എന്തോ ന്യൂ നമ്പേഴ്സും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് പഠിച്ചു, അങ്ങനെ പുതിയ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഇങ്ങനെ പഠിച്ച് വരുവാണ്. നമ്മൾ ഈ ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മൾ ന്യൂ നമ്പേഴ്സ് √7 അല്ലെങ്കിൽ √2 ഇതൊക്കെ വെച്ച് ഇൻറ്റു ചെയ്യേണ്ട എങ്ങനെയാണ്, പ്ലസ് ചെയ്യേണ്ട എങ്ങനെയാണ്, മൈനസ് ചെയ്യേണ്ട എങ്ങനെയാണ്, ഈ സംഭവമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സിമ്പിളാണ് സംഭവം. നിങ്ങൾ ആദ്യത്തെ ഒരു സംഭവം ഇപ്പം തന്നെ പഠിച്ചു. 2 റൂട്ട് നമ്പേഴ്സ്, സെയിം 2 റൂട്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ നമ്പർ ജസ്റ്റ് റൂട്ട് കളഞ്ഞിട്ട് നമുക്ക് എഴുതാമെന്ന് പഠിച്ചു അല്ലേ. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, √a ഇൻറ്റു √a എന്ന് വെച്ചാൽ എത്രയായിരിക്കും? a ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? ഇത് മറക്കരുത്. ഇനി ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. √3 ഇൻറ്റു √3 ആൻസർ എത്രയാടാ? 3 ആണ്. ഇത് മറക്കരുത്. അപ്പോൾ 2 റൂട്ട് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ സെയിം നമ്പേഴ്സ് റൂട്ടായിട്ട് വന്നിട്ട് അത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആ എത്രയാണോ ആ നമ്പർ സെയിം ആയിട്ട് വന്നത് ആ നമ്പർ ആയിരിക്കും, 3 ആയിരിക്കും. അപ്പോൾ ഇനി √7 അല്ലെങ്കിൽ √11 ഇൻറ്റു √11 എത്രയായിരിക്കും? നമുക്ക് 11 ആയിരിക്കും. സിമ്പിളല്ലേ? അപ്പോൾ ഈ സംഭവം മറക്കാതെ ഒന്ന് എഴുതി വെച്ചേക്കുക, നമുക്ക് പഠിക്കാനായിട്ട് ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ ഈ സാധനം മറക്കത്തില്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യണം നമുക്ക് നോക്കാം. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം. അതാണ് നമ്മുടെ പൈതഗോറസ് തിയറം. നമുക്ക് കേട്ട് പരിചയമുള്ളൊരു സംഭവമാണ്. എന്തുവാടാ പൈതഗോറസ് തിയറം? നമ്മുടെ ഒരു ട്രയാങ്കിളിൽ, ഇത് സ്പെഷ്യലായിട്ടൊരു ട്രയാങ്കിളാണ്. എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിളിൽ വരുന്ന ഒരു റിലേഷനാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഉള്ളൊരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് 3 സൈഡ് ഉണ്ടല്ലേ. അപ്പോൾ 3 സൈഡ് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം. സോ ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഇത് 3 തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്തുവാടാ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ബേസും ഓൾട്ടിറ്റ്യൂഡും തമ്മിൽ സ്ക്വയർ ചെയ്തിട്ട് അത് തമ്മിൽ പ്ലസ് ചെയ്യണം. ഓക്കെ, അതാണ് അവരുടെ ബന്ധം. ഇതിനകത്തുനിന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ നോക്കിയേ, ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ, ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് ആണല്ലേ, ഈ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. എന്തുവാ? ഹൈറ്റ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു
എന്തുമായിരിക്കും ഈ ബേസിനെ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്തായിട്ട് മാറും? ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടും? അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ കിട്ടും, മൈനസ് കിട്ടും. എന്നാലും നമ്മൾ മുമ്പത്തെ ചാപ്റ്റർ പഠിച്ചാൽ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മനസ്സിലായല്ലോ ഇത്രയും? അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടും നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാമല്ലോ. സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണേ? ഓക്കെ. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഒരു നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചില നമ്പേഴ്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ചില നമ്പേഴ്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഈ വർഷം അതെങ്ങനെയൊക്കെ കണ്ടുപിടിക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു, ഓക്കെ ഇത് റൂട്ട് നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്, സ്ക്വയർ റൂട്ട് കേട്ടോ. റൂട്ട് എന്ന് പറയാൻ തന്നെ സ്ക്വയർ റൂട്ട് എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ സ്ക്വയർ റൂട്ട്സ് ചിലതിനെ കണ്ടുപിടിക്കാൻ പറ്റും, ചിലതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നോക്കിയേ, ഇപ്പം 4 എന്ന് പറഞ്ഞൊരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതാൻ പറയുവാണെന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. നമ്മൾ 4നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. എന്ന് വെച്ചാൽ 4നെ നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു. 2 വെച്ച് ചെയ്യും, 2 കിട്ടും, പിന്നെ 2 വെച്ച് ചെയ്യും, 1 കിട്ടും അല്ലേ. നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട്. സോ 4ന് പകരം നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 2 × 2 എന്ന് നമുക്ക് എഴുതാം. 4ന് പകരം നമ്മൾ 2 × 2 എന്ന് എഴുതി. എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ 2 ആയിട്ട് അങ്ങ് എഴുതും. ഇതാണ് ഇതിൻ്റെ ആൻസർ. സോ നമ്മുടെ ആ റൂട്ട് വന്നപ്പോഴത്തേക്കും 2 2 ഒരെണ്ണമായിട്ട് മാറി. സോ ആൻസർ എത്ര കിട്ടി? റൂട്ട് 4ൻ്റെ ആൻസർ എത്രയാണ്? നമുക്ക് 2 ആണ് കിട്ടിയത്. സോ റൂട്ട് 4ൻ്റെ ആൻസർ 2 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 2ൻ്റെ സ്ക്വയർ എത്രയാ? 4 അല്ലേ? 2ൻ്റെ സ്ക്വയർ 4 ആണെങ്കിൽ വെറും 2 എന്ന് പറയുന്നത് എന്തുവാണ്? റൂട്ട് ഓഫ് 4 ആണ്. ഈ ഒരു സംഭവം കൂടെ നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഞാൻ ഇങ്ങനെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോളാം. ഇനി റൂട്ട് 16 ആണെങ്കിൽ അതിൻ്റെ റൂട്ട് 16ൻ്റെ ആൻസർ എത്രയാണ്? റൂട്ട് 16 എന്ന് വെച്ചാൽ എത്രയാണ്? എത്ര ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് 16 കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര ഇൻറ്റു എത്ര ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടുന്നത്? 4 × 4 ചെയ്യുമ്പോൾ 16 കിട്ടും അല്ലേ. അപ്പോൾ റൂട്ട് 16ൻ്റെ ആൻസർ എത്രയാണ്? നമുക്ക് 4 ആണ് അല്ലേ. 4 × 4 ചെയ്യുമ്പോൾ 16 കിട്ടും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരൊറ്റ 4 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടിൻ്റെ ആൻസറാണ്. ഇനി റൂട്ട് 25ൻ്റെ ആൻസർ എത്രയാണ്? റൂട്ട് 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 5 ചെയ്യുമ്പോൾ 25 കിട്ടും അല്ലേ. അപ്പം റൂട്ട് 25ൻ്റെ ആൻസർ എത്രയാണ്? 5. ഇതും ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ബേസിക്കലി പറയുവാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബേസിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കൂടെ നോക്കാം. ഓക്കെ, സോ ഇതിനകത്ത് വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് റൂട്ടിൻ്റെ കോൺസെപ്റ്റും പിന്നെ ഒന്ന് പൈതഗോറസ് തിയറം. ഇത് രണ്ടും വെച്ചാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നോക്കിയടാ, നമ്മൾ ഇത്രയും പഠിച്ച വെച്ചിട്ട് നമുക്കൊന്ന് അതിനെല്ലാത്തിനെയും കൂടെ ഒന്ന് എടുത്ത് എഴുതാം. ഞാനിങ്ങനെ എഴുതുവാണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ എഴുതിയതാണ് അല്ലേ. സോ ഈ ഒരു സംഭവം നമുക്കൊന്ന് നോക്കിയേക്കേ. നമ്മുടെ ഇവിടെ കണ്ട, ഇവിടെ നോക്കിയടാ, നമ്മുടെ 7 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഈ 7 എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, അത് കിട്ടുന്നത് എങ്ങനെയാണ്? 4 സ്ക്വയറും 3 സ്ക്വയറും കൂടെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയടാ, നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയറും ബേസ് സ്ക്വയറിനും പകരം നമുക്ക് ആ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയറും 3 സ്ക്വയറും കൂടെ തമ്മിൽ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചാലോ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ എത്രയാടാ? 4 സ്ക്വയർ എന്ന് വെച്ചാൽ 16 മൈനസ് 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. സോ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് 7 കിട്ടി. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് 7 കിട്ടി. എന്ന് വെച്ചാൽ ഓൾട്ടിറ്റ്യൂഡും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. എന്ന് വെച്ചാൽ സൈഡും കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം നോക്കിയേ, സൈഡ് എത്രയായിരിക്കും? അപ്പം എ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 2 അല്ലേ, 2a ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ റൂട്ട് എടുത്താൽ മതി അല്ലേ. സോ എ എന്ന് പറയുന്നത് എന്തുവാണ്? എ ഇസ് ഈക്വൽ ടു റൂട്ട് 7. അല്ലെങ്കിൽ നമുക്ക് പറയാം റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് 7 ആണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. റൂട്ട് 7 ആണ് എ. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്വയർ വരയ്ക്കാമല്ലോ. നമുക്ക് √7 അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ സ്കെയിലിൽ √7 എടുക്കുക, ഇങ്ങനെ വരയ്ക്കുക, പിന്നെ √7 ബേസ് എടുക്കുക, ഇങ്ങനെ വരയ്ക്കുക, √7 ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമോ? √7 വരയ്ക്കാനായിട്ട് നമുക്ക് സ്കെയിലിൽ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പൈതഗോറസ് തിയറം തന്നെ അങ്ങ് ഫിഗറായിട്ട് അങ്ങ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ √7 ഒക്കെ അങ്ങ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം അങ്ങ് റബ്ബ് ചെയ്ത് കളയുവാണ്. അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ വരയ്ക്കാൻ നേരത്ത് നിങ്ങൾ സ്കെയില്, പെൻസില്, അതുപോലെ തന്നെ കോമ്പസ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാം. ഞാൻ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വരയ്ക്കുക. ഞാനിവിടെ സ്കെയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ വരയ്ക്കുവാണ്. നിങ്ങൾ കറക്റ്റായിട്ടൊക്കെ വരയ്ക്കുക കേട്ടോ. നിങ്ങൾ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഞാൻ ഇച്ചിരി കൂടുതൽ വരച്ചു കേട്ടോ. അപ്പം ഇവിടം വരെ 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ 3 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക. ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതിന് കാരണമുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും കൂടെ അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ നീട്ടി വരയ്ക്കുക. ഇവിടം വരെ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 3 സെൻറ്റിമീറ്റർ ഞാൻ പേരിടാം. ഇപ്പോൾ എ നിന്ന് ബി വരെ 3 സെൻറ്റിമീറ്റർ ഞാൻ അങ്ങ് സിയിലേക്ക് അങ്ങ് ഇച്ചിരി നീട്ടി അങ്ങ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊരു ലൈൻ വരയ്ക്കുക. വരച്ചോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ 90 ഡിഗ്രി വരയ്ക്കണം. എവിടുന്നാ? എയിൽ നിന്ന് 90 ഡിഗ്രി വരയ്ക്കുക. കാരണം നമുക്ക് റൈറ്റ് ട്രയാങ്കിളാണ് വേണ്ടത്. സോ 90 ഡിഗ്രി നിങ്ങൾ പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി എടുത്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ എത്രയാണെന്നൊന്നും നോക്കണ്ട, ചുമ്മാ അങ്ങ് ലൈൻ വരച്ചങ്ങ് പോവുക. ശരി, ലെങ്ത് ആയിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ കോമ്പസിൽ നിങ്ങൾ 4 സെൻറ്റിമീറ്റർ എടുക്കണം. കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ബിയിൽ കുത്തിയിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു ആർക്ക് പോലെ വരയ്ക്കുക. ഓക്കെ, ബിയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ ഒരു പോയിൻറ്റും ഈ പോയിൻറ്റിനെ ഞാൻ സി എന്ന് വിളിക്കുവാണേ. അപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഞാൻ പറയുന്ന പോലെ തന്നെ വരയ്ക്കാവുള്ളേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സി ടു ബി എന്ന് പറയുന്നത് നമുക്ക് 4 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു പൈതഗോറസ് തിയറം കറക്റ്റായിട്ട് വരയ്ക്കുവാണെങ്കിൽ, നിങ്ങളുടെ പെൻസിലൊക്കെ ഷാർപ്പായിരിക്കണം. അങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ എത്ര കിട്ടും? √7 കിട്ടിയില്ലേ? അല്ലേ? നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് √7 ആയിരുന്നു. അത് നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ, അല്ലേ? അപ്പോൾ ഇവിടെ √7 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സ്ക്വയർ വരയ്ക്കാൻ സിമ്പിൾ അല്ലേ? ഇവിടെ √7 ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് √7 ഡിസ്റ്റൻസ്, എയിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മാർക്ക് ചെയ്യുക. കോമ്പസിൽ നമ്മൾ ആ എയിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മളെവിടെ കുത്തുക? എ കുത്തിയിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. ഈ സൈഡിലോട്ടൊരു ആർക്ക് വരയ്ക്കുക. നമ്മൾ ആ നീട്ടി വരച്ച ലൈനിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. നമുക്കവിടെ ഇ എന്നിടാം. ഇ എന്നിടാം. സോ ഇ എന്ന് ഞാൻ ഇട്ടു. ഓക്കെ, ഇനി ആ ഇയിൽ നിന്ന് 90 ഡിഗ്രി നേരത്തെ വരച്ചതുപോലെ ഒരു 90 ഡിഗ്രി മേലോട്ട് അങ്ങ് വരച്ച് പോവുക. ഇവിടെ ഒരു 90 ഡിഗ്രി ആയിരിക്കണം. നമുക്ക് സ്ക്വയറാണ് വരയ്ക്കണം. അപ്പോൾ എല്ലാ സൈഡും 90 ആണ്. അപ്പം ഇയിൽ നിന്ന് മേലോട്ട് 90 ഡിഗ്രി വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇയിൽ നിന്ന് മറ്റേ എ ടു സി എടുത്ത √7 ഇല്ല, √7 സെയിം തന്നെ ഇയിൽ കുത്തിയിട്ട് പിന്നെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ അതിനെ നമുക്ക് എഫ് എന്ന് വിളിക്കാം. ഇനി എഫിൽ നിന്ന് സി വരെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ പോലെയൊക്കെ കിട്ടിയേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ കോമ്പസും സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു സ്ക്വയർ കിട്ടും. ആ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എത്ര തന്നെയായിരിക്കും? √7 അല്ലേ? നമ്മൾ കറക്റ്റ് √7 അടുത്താണ് നമ്മൾ വരച്ചത്. സോ എല്ലാ സൈഡും √7 ആയിരിക്കും. അങ്ങനെ √7 സൈഡുള്ള ഇതിൻ്റെ ഏരിയ എന്തുവാണ്? √7 ഇൻറ്റു √7 അല്ലേ ചെയ്യേണ്ടത്? √7 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. സോ 7 സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സെയിം തന്നെയാണ് നമ്മൾ എന്തിനും 11നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കിട്ടും. ഓക്കെ, ചെയ്യാൻ പോകുന്നത് എന്തുവാ? ഫസ്റ്റ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. സോ ഞാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ സ്റ്റെപ്സ്. ഞാൻ മറ്റേതൊക്കെ മായ്ച്ച് കളഞ്ഞു, പക്ഷേ നിങ്ങളെല്ലാം എഴുതിയെടുക്കണം. ആദ്യമേ നിങ്ങൾ ഇവിടുന്ന് തുടങ്ങണം. ഓക്കെ, നിങ്ങളുടെ ഇവിടെ ബുക്കിൽ ഇവിടുന്നാണ് തുടങ്ങേണ്ടത്. സോ ഇവിടുന്ന് മറ്റേ 2 സ്ക്വയർ 1 സ്ക്വയർ ഒക്കെ എടുത്തിട്ട് അതെല്ലാം നിങ്ങൾ എഴുതുക, മൊത്തം എഴുതുക. ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, സോ ഇത്ര എഴുതിയതിന് ശേഷം നമ്മൾ പൈതഗോറസ് തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകാം. പൈതഗോറസ് തിയറത്തിൻ്റെ ഫോമുല എന്തുവായിരുന്നു? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ല, നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിക്കേണ്ടതിന് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ വേണം എഴുതാം. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു √ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമ്മളിങ്ങനെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് ഈ 11 അല്ല നമുക്ക് കിട്ടേണ്ടത്, 11 ആണ് വരയ്ക്കേണ്ടത്. സോ നമുക്ക് ഈ 2 നമ്പേഴ്സ് എടുക്കാം. എന്തുവാ? ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു √ ഹൈപ്പോട്ടന്യൂസ് എത്രയാടാ? 6 ആണ്. സോ 6 സ്ക്വയർ മൈനസ് ബേസ് എത്രയാ? 5 സ്ക്വയർ. ഓക്കെ, സോ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ?
36 മൈനസ് 25. ഓക്കെ, അതിൻ്റെ റൂട്ട്. സോ എ എന്ന് വെച്ചാൽ എത്ര കിട്ടും? 36 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും 11 കിട്ടും. സോ എ എന്ന് വെച്ചാൽ നമുക്ക് 11 കിട്ടി. സോ ഇത്ര എഴുതിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഇതങ്ങ് വരയ്ക്കാൻ പോവാണ്. സോ ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ ഏറ്റവും ചെറിയ സാധനമാണ് ബേസ്. അപ്പോൾ 5 ബേസ് ആയിട്ട് എടുക്കാം. നേരത്തെ വരച്ച പോലെ തന്നെ 5 ബേസ് ആയിട്ട് എടുക്കുക. ഇവിടുന്ന് ഇവിടം വരെ 5. സോ 5 സെൻറ്റിമീറ്റർ ഇവിടം വരെ. അപ്പം എ ടു ബി 5. എന്നിട്ട് ഇവിടുന്ന് ഒരു 90 ഡിഗ്രി മേലോട്ട് വരയ്ക്കുക. 90 ഡിഗ്രി ബിയിൽ കുത്തിയിട്ട് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സൈഡ് 6 സെൻറ്റിമീറ്റർ ആയി. ഇവിടെ സി ടു ബി നമുക്ക് 6 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? റൂട്ട് 11 കിട്ടിയല്ലോ. എന്നിട്ട് ഈ എയിൽ നിന്ന് റൂട്ട് 11 ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് റൂട്ട് 11 ഇങ്ങോട്ട് വരയ്ക്കുക. സോ ഇവിടെ റൂട്ട് 11 കിട്ടും. ഇവിടുന്ന് 90 ഡിഗ്രി മേലോട്ട് വരയ്ക്കുക അല്ലേ. എന്നിട്ട് ഇവിടെ നിന്നും റൂട്ട് 11 എടുത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഈ എഫ് എന്നൊക്കെ ഇട്ട് കൊടുക്കാം. സോ എല്ലാ സൈഡിലും നമുക്ക് റൂട്ട് 11 കിട്ടി. അപ്പോൾ നമ്മളങ്ങനെ റൂട്ട് 11 സൈഡുള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തുമായിരിക്കും? റൂട്ട് 11 ഇൻറ്റു റൂട്ട് 11 ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ എത്ര കിട്ടും? 11 സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ആദ്യത്തെ കാര്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഈ 11ൻ്റെ കേസിൽ ഞാൻ സ്റ്റെപ്സ് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇതെല്ലാം നോക്കി എഴുതുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദീ സ്ക്വയേഴ്സ്? സൈഡ്സിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റിൻ്റെ എത്രയായിരുന്നു? റൂട്ട് 7. ഇതിൻ്റെ എത്രയാണ്? റൂട്ട് 11. നമ്മുടെ ഓൾട്ടിറ്റ്യൂഡാണ് സൈഡിൻ്റെ ലെങ്ത് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്നുകൂടെ എടുത്ത് കാണുക. മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയിരിക്കുവാണ്. നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യൻ ഓരോരോ വീഡിയോസിൽ ചെയ്യാം. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സുകളെല്ലാം കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ ക്വസ്റ്റ്യനും എടുത്തെടുത്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്